റെസ്പോൺസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത നമ്മൾ CPR തൊട്ടടുത്തുള്ള ആളോട് 911 കോൾ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ എമർജൻസി ആയിട്ട് കോൾ ചെയ്തതിന് ശേഷം CPR തുടങ്ങാൻ പാടില്ല. കാരണം CPR കൊണ്ട് മാത്രം നമുക്ക് സേവ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തത് ഇത് സ്റ്റോപ്പിന് മുന്നേ അവരെത്തണം. അതുകൊണ്ട് നമ്മൾ വിളിച്ചിട്ടേ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് അവരെ വിളിക്കാൻ വെച്ചാൽ അവരവിടെ ഇവിടെ എത്തണ്ടേ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഗ്യാപ്പിൽ അവർ എത്തണം എന്നുകൊണ്ടാണ് നമ്മൾ വിളിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. വിളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്തിട്ട് നമ്മൾ എണീറ്റ് നിൽക്കുക, മുട്ടിൽ ഉയർന്ന് നിൽക്കുക. നമ്മൾ അവരെ ചെസ്റ്റിൻ്റെ ഇവിടെയാണ് പറയുന്നത്. 2 നിപ്പിളിൻ്റെ സെൻട്രൽ പോർഷനിൽ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ കൈ വയ്ക്കുക. ഇങ്ങോട്ടേക്കാണ് കറക്റ്റ് കൈ വെക്കേണ്ടത്. ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അടുത്ത കൈ വെക്കുക. ഒരിക്കലും എൽബോ ബെൻഡ് ചെയ്യാൻ പാടില്ല. എൽബോ ഇങ്ങനെ സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കണം. നമ്മുടെ ഷോൾഡർ നമ്മുടെ കൈൻ്റെ നേരെ മേലെ വരണം. അത്രയും നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് ആയണം. അപ്പോഴേ പ്രഷർ കിട്ടും. ഇങ്ങനെ മുന്നോട്ട് ആയി എന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. ഇങ്ങനെ പോസ്റ്റ് അപ്പോഴേ നമുക്ക് ഈ പോസ്റ്റിലേക്ക് കൈ വളയും, എൽബോ വളയും. ഇല്ലെങ്കിൽ നമ്മൾ എൽബോ വളയാൻ സാധ്യത. എൽബോ വളയാതെ നമ്മൾ കുറച്ച് മുന്നോട്ട് ആഞ്ഞു നിന്നിട്ട് മാക്സിമം പോസ്റ്റ്, ഇപ്പോൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ മാക്സിമം പോസ്റ്റിൽ ഇങ്ങനെ നമ്മുടെ ഫുൾ ബോഡിയുടെ വെയിറ്റ് ഈ കയ്യിൽ വരണം. ഇത്രയും പോസ്റ്റിലായിരിക്കണം ആവുന്നത്. ഇതിങ്ങനെ കൊണ്ടുപോയി താഴെ നമുക്ക് അറിയാൻ പറ്റും. ഈ ചെസ്റ്റ് ഉയർന്നതും താഴ്ന്നതും ഈ നമ്മുടെ കയ്യിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും പ്രഷറിൽ വേണം നമ്മളിത് കൊടുക്കാൻ. അപ്പോഴേ ആൾ എണീക്കുള്ളൂ. ഇതിലൊരു 30 എണ്ണം കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ തല ഇങ്ങനെ വെക്കുക, താടി ഇങ്ങനെ വെക്കുക. എത്ര കോൺഷ്യസ് അല്ലാതെ കണ്ണു തുറന്നതിന് ശേഷം നമ്മൾ മൗത്ത് ഇങ്ങനെ കണ്ടിട്ട് പറയും. മൂക്ക് പിഞ്ചിൽ പിടിക്കുക, മൗത്ത് ഫുള്ളായിട്ട് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം ശക്തിയായിട്ട് ഇൻഹേൽ ചെയ്തിട്ട് അവർ വായിലേക്ക് പോസ്റ്റിലേക്ക് കൊടുക്കുക. അങ്ങനെ 2 ചെയ്യാം. വീണ്ടും CPR സൈഡ് ചെയ്യാൻ 30 ചെയ്യാം. വീണ്ടും മൗത്തിൻ്റെ പിടിക്കുക. അങ്ങനെ അവർ